മിസ് ഏലിക്കുട്ടി ഫ്രാൻസിസ് ഇണ്ടന്തിരുത്തിയിൽ വീട് ഇരുട്ടി. നല്ല പരിചയമുള്ള ഹാൻഡ് റൈറ്റിംഗ്. ഫ്രോം കെ തങ്കമണി. ഓ തങ്കമണി, അത് പറ. എന്താ തങ്കമണി വിശേഷം? ഏലിക്കുട്ടി ഫ്രാൻസിസ് ഇണ്ടാന്തിരുത്തിയോട് നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? പ്രിയപ്പെട്ട ഏലിക്കുട്ടിക്ക് തങ്കമണി എഴുതുന്നത്. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ ദിവസമാണ്. കാര്യം 10-200 മുട്ട പൊട്ടിയെങ്കിലും അതോടെ എൻ്റെ ജീവിതം ഒരു കരയ്ക്ക് എത്തിയതുപോലെ ഒരു തോന്നൽ. ഞാനിന്നൊരാളെ കണ്ടുമുട്ടി. ബേബി. തസ്കര വീരനായ അറക്കളം പേലിയുടെ കൊച്ചുമോൻ അറക്കളം ബേബി. ഇവന്റെയും മുഖലക്ഷണം ഒരു തസ്കറിന് ചേർന്നത് തന്നെ. റൊമാൻറ്റിക്കായി പറഞ്ഞാൽ ഹൃദയചോരൻ. ഈ പടക്കെടുക്കട്ടെ. വേവിച്ചായോ? കെ തങ്കമണി. ഓ സോറി, കെ തങ്കപ്പൻ. ഇതേതാ ഈ കെ തങ്കപ്പൻ? ആരെങ്കിലും വേട്ടെ, നീ പോയ ഡോക്ടറെ ഒന്ന് വിളിച്ച, അല്ലെങ്കിൽ ഇപ്പൊ ചാവും. ഫ്രം കെ തങ്കമണി. തങ്കമണിക്ക് പ്രേമം. നീ ചത്തില്ലേ? ആരോട് പ്രേമം? ടു തസ്കര വീരൻ. കത്തുപൊട്ടിക്കാതെ നിനക്കതെങ്ങനെ മനസ്സിലായി? ദിശ അറിയുന്ന പോസ്റ്റ്മാൻ പശ അറിയാതെ വായിക്കും. പശ അറിയാതെ വായിക്കും. പറഞ്ഞല്ല, പതിരില്ല. പൊട്ടിക്കാം. പോക്കറ്റ് കാണിക്കരുത്. അന്യന്റെ കത്ത് വായിക്കുന്ന ക്രിമിനൽ ഒഫൻസാ. അപ്പൊ ഇതോ? ഞാൻ അന്യനല്ലല്ലോ. സത്യം, ആദ്യം കണ്ടപ്പോ തന്നെ ബേബിച്ചൻ ഒരു അന്യനാണെന്ന് എനിക്ക് തോന്നിയതേയില്ല. ആദ്യം കണ്ടപ്പോ തന്നെ ബേബിച്ചൻ ഒരു അന്യനാണെന്ന് എനിക്ക് തോന്നിയതേയില്ല. ചെറുപ്പത്തിൽ ആക്സിഡന്റിൽ ഇവിടെ തലക്കും തടി പറ്റിയതാ. സംഗതി മെന്റൽ ഫാദർ. ഓ, അവിടെ അപ്പനും വട്ടായിരുന്നു. അവിടെ അപ്പനല്ല, നിന്റെ അപ്പൻ. എടാ പുളുന്താമാരെ, എന്റെ എളിമ കൊണ്ട് പല കാര്യങ്ങളും ഞാനിവിടെ മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഞാനൊന്ന് തുറന്ന് പറയാൻ പോവാ. തന്നെ ബോംബെയിൽ എത്ര സുന്ദരിമാരാണെന്ന് അറിയോ എന്റെ പിന്നാലെ മോഹിച്ച് നടന്നിട്ടുള്ളത്? തന്നെ. ഇന്നല്ലാതെ ഞാനിവിടെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിയുന്നതുകൊണ്ട് ചില അവന്മാർക്കൊന്നും എന്നെ ഒരു വിലയില്ല. അയ്യോ, ബേബിച്ചാ ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാ. അതെ, വേണ്ട, ഒന്നും പറയണ്ട. എടാ സൂത, എന്തോ ഈ പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന് പറയുന്നത് വെറുതെ അല്ല. മുറ്റത്ത് മുള്ളിയെ മണവില്ല. എങ്ങനെ? മുള്ളിയെ മണവില്ല. ബോംബെയിലൊക്കെ അങ്ങനെ. പിന്നെ അതേടാ, ബോംബെക്കാരും മുള്ളാണ് പെർഫ്യൂം അല്ലേ? No train ticket. I have no money. No train ticket. I have no money. No train ticket. I have no money. No train ticket. ഇപ്പൊ പഠിച്ചു. ടിക്കറ്റ് എക്സാമിനർ ഈസ് ഹണ്ടിങ് മീ. ടിക്കറ്റ് ആന്റെ വണ്ടി നിർത്ത്. ഉറക്കെ പറയടാ. ഒരു പെണ്ണ്. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലടാ തങ്കപ്പ. എനിക്ക് ആ പ്രായം കഴിഞ്ഞു. നീ ആ പീറ്ററിനെയും ജോണിനെയും വിളിച്ച് കാണിക്ക്. കാശ് മുടക്കാനാണെങ്കിൽ വേണ്ട, ഫ്രീ. അവന്മാർക്കും അതാണ് ഇഷ്ടം. ചരക്ക് തരക്കേടില്ലടാ. ഓ, ഈ തന്തയുടെ മക്കളല്ലേ, അതങ്ങനെ വരൂ. ഉറക്കെ പറയടാ. ഓ മുതലാളി, ഇവള് ബേബിച്ചിന്റെ പെണ്ണാ. പ്രേമം. നിന്നോട് ആര് പറഞ്ഞു? പോസ്റ്റ്മാൻ സുഗതൻ പറഞ്ഞു വരുമ്പോ മുതലാളി ഇവളെ അറിയും. കാർഗിൽ നാരായണ വെട്ടിയില്ലേ, അത് ഇവളാ തങ്കമണി. ഓ, നാരായണന്റെ പെണ്ണ് അന്യന്റെ ഭാര്യയെ മോഹിക്കുന്നത് നീതിയാണോടാ തങ്കപ്പ? നീതി ന്യായം നോക്കാൻ ബേബിച്ചെന്ന നീതിപീഠ നടത്താണോ? ദിസ് ഇസ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. എന്ത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്? പ്രഥമ ദൃഷ്ടിയാൽ അനുരാഗം. മുതലാളിക്ക് ഇതുവരെ ഇംഗ്ലീഷ് അങ്ങോട്ട് ഉറച്ചില്ല അല്ലേ? എന്റെ പുസ്തകം കട്ടെടുത്ത് വായിക്കരുതെന്ന് 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലടാ നായിന്റെ മോനെ. വണ്ടി വിയൂർക്ക് പോട്ടെ. അപ്പൊ കോഴിക്കോട്ടേക്കല്ലേ? നോ, go to Viyur Center Jail. आज मैं
എന്താടാ സാങ്കേതിക തകരാറ്? ബേബിച്ചായ മീനാക്ഷി പണം നിർത്തിയത് എന്തിന്? കാര്യമുണ്ട്. എന്റെ പൊന്നു മീനു, ക്ലൈമാക്സ് ആണ്. ഹേമാമാലിനെ കൊള്ളക്കാരിട്ട് ഓടിക്കാണ്. ഹേമമാലിയുടെ കാര്യം ഓർത്ത് നീ ബേജാറാവണ്ട. അവളെ ധർമ്മേന്ദ്ര രക്ഷിച്ചോളൂ. ഇത് അങ്ങനെയല്ല. അംജദ് ഖാൻ, ഗബ്ബർ സിംഗ് ദേ വരുന്നു. ഗബ്ബർ സിംഗിനെ സഞ്ജീവ് കുമാർ തൊഴിച്ചു കൊന്നോളൂ. പക്ഷെ തങ്കമണിയെ രക്ഷിക്കാൻ ഇവരാരും വരട പൊടിയാ. തങ്കമണിക്ക് എന്നാ പറ്റി? എടാ, കാർഗിൽ നാരായണൻ പരോലിൽ വന്നിട്ടുണ്ട്. അവൻ അമ്പലക്കവലയിൽ വന്ന് ബസ് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. എന്താടി നിങ്ങൾക്കിന്ന് പതിവില്ലാത്തൊരു കലപില? നിന്നെ തിന്നാമെന്നൊന്നും അല്ല ഒറ്റ എന്ന് വിചാരിച്ച് വേറൊരുത്തനെ കൊണ്ട് ഇത് തീറ്റിക്കേ. നാരായണൻ ഉണ്ണാക്കനാണെന്ന് നിനക്കൊരു ധാരണയുണ്ടല്ലേടി? അയ്യോ, നാണുവേട്ടൻ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. വേണ്ട വേണ്ട, ഗുണവധികാരം വേണ്ട. ഈ പച്ച മുതലാളി എല്ലാം എന്നോട് പറഞ്ഞു. ഏതവനാടി പുതിയ കഥാപാത്രം? അരച്ചളം വേദി. ചോദിച്ച കേട്ടില്ലടി നിന്റെ ആരാണെന്ന്? ആ പുളുന്താ നിന്റെ. ഞാൻ ആരാണെന്ന് പറ തങ്കമേ. ഹൃദയേശ്വരനാണെന്ന് ധൈര്യമായിട്ട് പറ. അയാൾ എന്റെ ആരുമല്ല. പിന്നെ കരക്കാരെല്ലാം പറയുന്നത് നിനക്ക് അയാളോട് പ്രേമാണെന്ന്. എനിക്ക് പ്രേമമുണ്ട്, പക്ഷെ അതാ ബേബിച്ചനോടല്ലെന്നേ. അയാൾ ആര്? മുഴുക്കള്ളൻ, വെറും മോഷ്ടാവ്, തസ്കര പരമ്പര. അവനൊക്കെ പ്രേമിക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ നാണുവേട്ടാ? എന്റെ മനസ്സിൽ നാണുവേട്ടം മാത്രമേ ഉള്ളൂ.